തൃശൂർ അതിരപ്പള്ളിയിൽ ആംബുലൻസിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടുകൊമ്പൻ കബാലി. കഴിഞ്ഞ ദിവസം അതിരപ്പള്ളി മലയ്ക്കപ്പാറ റോഡിൽ പരിഭ്രാന്തി പരത്തി കബാലിയുടെ വിളയാട്ടം. തിങ്കളാഴ്ച വൈകുന്നേരം 1 മണിക്കൂർ ആനമല റോഡിൽ നിലയുറപ്പിച്ച ആന മറ്റു വാഹനങ്ങളും തടഞ്ഞിട്ടു. ഇതിനിടെ ആംബുലൻസിന് നേരെ കബാലി പാഞ്ഞെടുത്തു. അടിച്ചിൽ തൊട്ടി ഊരിലെ 2 രോഗികളെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷം തിരികെ മലക്കപ്പാറയിലേക്ക് വന്നിരുന്ന ആംബുലൻസാണ് കാട്ടാന തടഞ്ഞിട്ടത്. ആനയുടെ വിളയാട്ടം മൂലം നിരവധി വാഹനങ്ങളും വിനോദസഞ്ചാരികളും 1 മണിക്കൂറോളം വഴിയിൽ കുടുങ്ങി. പിന്നീട് സ്വമേധയാ ആന കാട് കയറിയതിനു ശേഷമാണ് റോഡ് ഗതാഗതയോഗ്യമായത്. തൃശൂർ അതിരപ്പള്ളിയിൽ ആംബുലൻസിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടുകൊമ്പൻ കബാലി. കഴിഞ്ഞ ദിവസം അതിരപ്പള്ളി മലയ്ക്കപ്പാറ റോഡിൽ പരിഭ്രാന്തി പരത്തി കബാലിയുടെ വിളയാട്ടം. തിങ്കളാഴ്ച വൈകുന്നേരം 1 മണിക്കൂർ ആനമല റോഡിൽ നിലയുറപ്പിച്ച ആന മറ്റു വാഹനങ്ങളും തടഞ്ഞിട്ടു. ഇതിനിടെ ആംബുലൻസിന് നേരെ കബാലി പാഞ്ഞെടുത്തു. അടിച്ചിൽ തൊട്ടി ഊരിലെ 2 രോഗികളെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷം തിരികെ മലക്കപ്പാറയിലേക്ക് വന്നിരുന്ന ആംബുലൻസാണ് കാട്ടാന തടഞ്ഞിട്ടത്. ആനയുടെ വിളയാട്ടം മൂലം നിരവധി വാഹനങ്ങളും വിനോദസഞ്ചാരികളും 1 മണിക്കൂറോളം വഴിയിൽ കുടുങ്ങി. പിന്നീട് സ്വമേധയാ ആന കാട് കയറിയതിനു ശേഷമാണ് റോഡ് ഗതാഗതയോഗ്യമായത്. തൃശൂർ അതിരപ്പള്ളിയിൽ ആംബുലൻസിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടുകൊമ്പൻ കബാലി. കഴിഞ്ഞ ദിവസം അതിരപ്പള്ളി മലയ്ക്കപ്പാറ റോഡിൽ പരിഭ്രാന്തി പരത്തി കബാലിയുടെ വിളയാട്ടം. തിങ്കളാഴ്ച വൈകുന്നേരം 1 മണിക്കൂർ ആനമല റോഡിൽ നിലയുറപ്പിച്ച ആന മറ്റു വാഹനങ്ങളും തടഞ്ഞിട്ടു. ഇതിനിടെ ആംബുലൻസിന് നേരെ കബാലി പാഞ്ഞെടുത്തു. അടിച്ചിൽ തൊട്ടി ഊരിലെ 2 രോഗികളെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷം തിരികെ മലക്കപ്പാറയിലേക്ക് വന്നിരുന്ന ആംബുലൻസാണ് കാട്ടാന തടഞ്ഞിട്ടത്. ആനയുടെ വിളയാട്ടം മൂലം നിരവധി വാഹനങ്ങളും വിനോദസഞ്ചാരികളും 1 മണിക്കൂറോളം വഴിയിൽ കുടുങ്ങി. പിന്നീട് സ്വമേധയാ ആന കാട് കയറിയതിനു ശേഷമാണ് റോഡ് ഗതാഗതയോഗ്യമായത്. തൃശൂർ അതിരപ്പള്ളിയിൽ ആംബുലൻസിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടുകൊമ്പൻ കബാലി. കഴിഞ്ഞ ദിവസം അതിരപ്പള്ളി മലയ്ക്കപ്പാറ റോഡിൽ പരിഭ്രാന്തി പരത്തി കബാലിയുടെ വിളയാട്ടം. തിങ്കളാഴ്ച വൈകുന്നേരം 1 മണിക്കൂർ ആനമല റോഡിൽ നിലയുറപ്പിച്ച ആന മറ്റു വാഹനങ്ങളും തടഞ്ഞിട്ടു. ഇതിനിടെ ആംബുലൻസിന് നേരെ കബാലി പാഞ്ഞെടുത്തു. അടിച്ചിൽ തൊട്ടി ഊരിലെ 2 രോഗികളെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷം തിരികെ മലക്കപ്പാറയിലേക്ക് വന്നിരുന്ന ആംബുലൻസാണ് കാട്ടാന തടഞ്ഞിട്ടത്. ആനയുടെ വിളയാട്ടം മൂലം നിരവധി വാഹനങ്ങളും വിനോദസഞ്ചാരികളും 1 മണിക്കൂറോളം വഴിയിൽ കുടുങ്ങി. പിന്നീട് സ്വമേധയാ ആന കാട് കയറിയതിനു ശേഷമാണ് റോഡ് ഗതാഗതയോഗ്യമായത്. തൃശൂർ അതിരപ്പള്ളിയിൽ ആംബുലൻസിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടുകൊമ്പൻ കബാലി. കഴിഞ്ഞ ദിവസം അതിരപ്പള്ളി മലയ്ക്കപ്പാറ റോഡിൽ പരിഭ്രാന്തി പരത്തി കബാലിയുടെ വിളയാട്ടം. തിങ്കളാഴ്ച വൈകുന്നേരം 1 മണിക്കൂർ ആനമല റോഡിൽ നിലയുറപ്പിച്ച ആന മറ്റു വാഹനങ്ങളും തടഞ്ഞിട്ടു. ഇതിനിടെ ആംബുലൻസിന് നേരെ കബാലി പാഞ്ഞെടുത്തു. അടിച്ചിൽ തൊട്ടി ഊരിലെ 2 രോഗികളെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷം തിരികെ മലക്കപ്പാറയിലേക്ക് വന്നിരുന്ന ആംബുലൻസാണ് കാട്ടാന തടഞ്ഞിട്ടത്. ആനയുടെ വിളയാട്ടം മൂലം നിരവധി വാഹനങ്ങളും വിനോദസഞ്ചാരികളും 1 മണിക്കൂറോളം വഴിയിൽ കുടുങ്ങി. പിന്നീട് സ്വമേധയാ ആന കാട് കയറിയതിനു ശേഷമാണ് റോഡ് ഗതാഗതയോഗ്യമായത്. തൃശൂർ അതിരപ്പള്ളിയിൽ ആംബുലൻസിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടുകൊമ്പൻ കബാലി. കഴിഞ്ഞ ദിവസം അതിരപ്പള്ളി മലയ്ക്കപ്പാറ റോഡിൽ പരിഭ്രാന്തി പരത്തി കബാലിയുടെ വിളയാട്ടം. തിങ്കളാഴ്ച വൈകുന്നേരം 1 മണിക്കൂർ ആനമല റോഡിൽ നിലയുറപ്പിച്ച ആന മറ്റു വാഹനങ്ങളും തടഞ്ഞിട്ടു. ഇതിനിടെ ആംബുലൻസിന് നേരെ കബാലി പാഞ്ഞെടുത്തു. അടിച്ചിൽ തൊട്ടി ഊരിലെ 2 രോഗികളെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷം തിരികെ മലക്കപ്പാറയിലേക്ക് വന്നിരുന്ന ആംബുലൻസാണ് കാട്ടാന തടഞ്ഞിട്ടത്. ആനയുടെ വിളയാട്ടം മൂലം നിരവധി വാഹനങ്ങളും വിനോദസഞ്ചാരികളും 1 മണിക്കൂറോളം വഴിയിൽ കുടുങ്ങി. പിന്നീട് സ്വമേധയാ ആന കാട് കയറിയതിനു ശേഷമാണ് റോഡ് ഗതാഗതയോഗ്യമായത്. തൃശൂർ അതിരപ്പള്ളിയിൽ ആംബുലൻസിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടുകൊമ്പൻ കബാലി. കഴിഞ്ഞ ദിവസം അതിരപ്പള്ളി മലയ്ക്കപ്പാറ റോഡിൽ പരിഭ്രാന്തി പരത്തി കബാലിയുടെ വിളയാട്ടം. തിങ്കളാഴ്ച വൈകുന്നേരം 1 മണിക്കൂർ ആനമല റോഡിൽ നിലയുറപ്പിച്ച ആന മറ്റു വാഹനങ്ങളും തടഞ്ഞിട്ടു. ഇതിനിടെ ആംബുലൻസിന് നേരെ കബാലി പാഞ്ഞെടുത്തു. അടിച്ചിൽ തൊട്ടി ഊരിലെ 2 രോഗികളെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷം തിരികെ മലക്കപ്പാറയിലേക്ക് വന്നിരുന്ന ആംബുലൻസാണ് കാട്ടാന തടഞ്ഞിട്ടത്. ആനയുടെ വിളയാട്ടം മൂലം നിരവധി വാഹനങ്ങളും വിനോദസഞ്ചാരികളും 1 മണിക്കൂറോളം വഴിയിൽ കുടുങ്ങി. പിന്നീട് സ്വമേധയാ ആന കാട് കയറിയതിനു ശേഷമാണ് റോഡ് ഗതാഗതയോഗ്യമായത്.